നമ്മള് വെൽക്കം ടു നിഫിം വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലിപ്പടിക്കാരൻ. ഈ കുതിരപ്പുറത്ത് ഈ വ്യൂ പോയിന്റിലേക്ക് നമുക്കൊന്ന് പോയാലോ? നമ്മളിപ്പോൾ കാശ്മീരാണുള്ളത്. നമ്മൾ സോനമാർഗ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ പുതിയ നല്ല തണുപ്പ്. എനിക്ക് തൊപ്പിയാണേ പിടിച്ചേ. ഭയങ്കര തണുപ്പുണ്ടോ പൊന്നി. പുകയ്ക്ക് പോവാം. എൻ്റെ പുണ്യ ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പോകാൻ. കാശ്മീരിൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടില്ലേ? ആള് നമ്മളിന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാലി വണ്ടി, അതായത് അവരുടെ ടൂർ പാക്കേജിൽ പോണ വണ്ടി 2 സീറ്റ് കാലിയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറിപ്പോക്കോ, നിങ്ങൾ ടാക്സി ഒന്നും എടുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇപ്പോൾ അവിടെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുക. പാക്കേജിലുള്ള ആൾ നമ്മളിപ്പോൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. നമ്മൾ പാക്കേജ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് ഒരു യാത്രയാണ് എനിക്ക് താല്പര്യം. ഞാൻ എൻജോയ് ചെയ്യാനല്ല, ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത്. രാവിലെ തന്നെ കണ്ടില്ലേ, നടക്കുന്ന വഴികൾ മൊത്തം ഫുള്ളും ഫോഗും കൂടിയേക്കാണ്. അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് അവിടേക്കൊന്ന് പോകണം. ഇന്ന് രാവിലെ പൈപ്പ് പറഞ്ഞപ്പോൾ എന്തുണ്ടായേ? പൈപ്പ് പറഞ്ഞപ്പോ പൈപ്പിലല്ല, ബക്കറ്റില് ഇങ്ങനെ ബക്കറ്റിലെ വെള്ളത്തിൽ ഇങ്ങനെ ചെറിയ റൈസ്. നമുക്ക് സ്ഥിരം ഒന്നും താമസിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇടയ്ക്ക് ഒന്ന് നമുക്ക് താമസിക്കാം. ഈ ചെളി വെള്ളത്തിലൊരു ചെറിയ രീതിയിൽ ലയർ ഐസ് ഉണ്ട് കേട്ടോ. അത്ര ഐസേ ഇരിക്കുന്നു. ഭയ്യ ദോട്ടി. നമ്മൾ രാവിലെ ചായയും കേക്കും കഴിക്കാണ്. ഇതാണ് എൻ്റെ അവസ്ഥ. ചായ കുടിക്കുമ്പോൾ നോക്കിയിട്ടോ ഗൈസ്, നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ പോകും. അതാണ് അവസ്ഥ. ചായ കുടിക്കുമ്പോൾ അതിൻ്റെ അരട്ടി പോവാം. ഇവിടുത്തെ ആൾക്കാർ സിഗരറ്റ് കളിക്കുമ്പോൾ ഭയങ്കര രീതിയിലുള്ള പുക പോകണേ. നമ്മൾ നേരത്തെ ഒരു ടൂർ പാക്കേജ് ചെയ്യണ ഒരു പുള്ളീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ആദ്യം വീഡിയോ കാണിച്ചാൽ അവൻ കിടിലനാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്തും. എവിടെയുണ്ട് ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്യണ പോലെ ഒരു കിട്ടിലൻ പയ്യൻ, ഒന്നും പറയാനില്ല. ബെസ്റ്റ്. നല്ലൊരു വ്യക്തി കേട്ടോ. അവൻ്റെ ടൂർ പാക്കേജ് എന്തായാലും എടുത്തോളൂ. കാരണം എനിക്ക് അവനെ നേരിട്ട് പോലും പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു നിതിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അവൻ കാശ്മീർ പോയപ്പോൾ അവൻ പരിചയപ്പെട്ടവനാണ്. അങ്ങനെയാണ് എനിക്ക് കോണ്ടാക്ട് കിട്ടിയത്. ഞാൻ ജസ്റ്റ് ഒരു വിളിച്ചിട്ടുള്ളൂ. നമ്മൾ പുള്ളിയുടെ അടുത്തേക്ക് ചെല്ലും. അതാണ് അവൻ്റെ ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ കിട്ടില്ല പെരുമാറ്റം. നല്ല പയ്യൻ, ഒന്നും പറയാനില്ല. നമ്മുടെ വണ്ടിയിലെത്തി. ഇവിടെ മെഹനുണ്ട്. അപ്പോൾ ഇവിടെ പാക്കേജിൽ വന്ന കുറേ ടീമുകളെല്ലാവരും ഇവിടെ വെക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. ഒക്കെ ഓൾമോസ്റ്റ് ആൾക്കാർ കാസർഗോഡിൽ നിന്നാണ്. മലബാറുകാർ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ റിയൽ ട്രാവലേഴ്സ്. കാരണം അത് നിങ്ങൾക്ക് മണാലിയും കാശ്മീർ പോയി കഴിഞ്ഞാൽ അറിയാം. മലപ്പുറം, കാസർഗോഡ് അവിടുത്തെ ടീമുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയേക്കാട്ടാ ചായ കുടിക്കാൻ വേണ്ടി. വരുന്ന വഴി കിട്ടില്ലനായിരുന്നു. കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. എന്നാലും കിട്ടില്ല സംഭവമായിരുന്നു. ഇവിടെ നല്ലൊരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും അല്ലാണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സോനമാർഗ് എത്തിയൊക്കെയാണ്. ഇവിടെ മൊത്തം സ്നോയാണ്. നമ്മുടെ ഇവിടെ കുതിര സവാരി ഉണ്ട്. നമ്മുടെ ഷൂ ഊരിയിട്ട് ഇവിടെ നിന്നുള്ള ഷൂടാ, വാട്ടർ പ്രൂഫ് ഷൂ ആണ്. കുതിരനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടുന്ന് കുതിര സവാരിയാണ്. നമ്മള് കുതിരയിൽ കയറാം. കുതിരയിൽ കയറി മഹനു കയറാൻ വേണ്ടി നിൽക്കാണ്. ചവിട്ടി കയറാ. ऊपर करो. चल चल क्लोज कर दो, ऊपर से काट भैया. बोलो सर. बोलो बोलो. एक सेकंड. കിട്ടില്ലനാണ് കുതിര സവാരി. അയ്യോ भैया टॉप आवर टॉप पॉइंट किधर भैया? किधर? इसका नाम क्या है? ताजवास ग्लेशियर. ताजवास ग्लेशियर.
നമ്മള് ഇവിടെ എല്ലാരും കുതിര സവാരി ചെയ്യുന്നുണ്ട്. ദൈവമേ സീനാണ് കുതിര സവാരി. ഒറ്റപ്പൂര് അഡ്വഞ്ചറാട്ടാ. ദൈവമേ സ്പീഡ് കൂടുതലും സ്പീഡ് കുറവ് അങ്ങനെയാണ്. അതിനെങ്ങനെയുണ്ട്? ആണോ? പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണ് കേട്ടോ വേറെ തന്നെ ലെവല്. എന്ത് ഭംഗിയാ കാണാൻ. എല്ലാരും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പോയിന്റ് എത്തിയിട്ട് താജ്മഹൽ കാ ഗ്ലേസർ എന്ന് പറഞ്ഞിട്ട് താജ്മഹൽ കാ ഗ്ലേസറിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? മരവിച്ച മുഖം മരവിച്ചു. എനിക്ക് പച്ചറങ്കി ബൈജാൻ ഷൂട്ട് ചെയ്ത സ്ഥലം എവിടെയാട്ടോ? ക്ലൈമാക്സ് ഇവിടെ ഷൂട്ട് ചെയ്താന്നാണ് പറയണത്. നമുക്കറിയാൻ പാടില്ല. റിവർ ക്രോസിംഗ് ഉണ്ട്. യെസ് ഐ ആം കമ്മിങ്. നമ്മുടെ കുതിരക്കാരൻ ഇവനാണ്. ഇവൻ അവിടെ നിൽക്കും. പിന്നെ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ടീമുകൾ ഇവരാണ്. ഇതിലിങ്ങനെ ഇരുന്നിട്ട് പോവാം. ഇവന്മാരുടെ ജീവിതമാർഗ്ഗം ഇതൊക്കെയാണ്. 6 മാസമൊക്കെ ഇവന്മാർക്ക് ജോലിയുള്ളൂ. 6 മാസം വെറുതെ ഇരിക്കേണ്ടി വരും. അവന്മാരുടെ ജീവിതാവസ്ഥയ്ക്കും കാര്യങ്ങളും പാവങ്ങൾ. आराम से भैया आराम से देखते देखते करना चलो भैया भैया मैं अभी स्टैंड करें. വലിച്ചോണ്ട് കാണുമ്പോൾ വിഷമാണു. അതിനെ വലിച്ചോണ്ട് വിട്ട് നമ്മളെ ഇവിടെ വരെ വലിച്ചോണ്ടുകൊണ്ട് ഇനി അവിടെ ഒരു റേസ് അങ്ങോട്ട് പോകും. നമ്മൾ ഉന്തി കൊണ്ടുപോകും. അതാണ് കാണിക്കാൻ പോണേ. आयो कल्ले इधर रुको. मैंने ഇവിടെ എത്തിയിട്ട് ഞാൻ ഇവിടെ എത്തി. ഇവരെന്തിനാ കാണിക്കുന്ന ദൈവമേ. അയ്യോ ബഹനും വണ്ടി പോയിട്ട് മുണ്ടിയെല്ലാം പോച്ച്. ദൈവമേ എടുത്തും പോയി. പടേ ഭയ ടീച്ചർ ഫോട്ടോ പ്ലീസ്. ഇപ്പൊ ഇടിച്ചാരാ. ദൈവമേ क्या भैया इसका बहुत डेंजर है. पूछो इसको. मजा आया मैडम? पूछो क्या बोल रहा. हम खत्म हो गया एक्सपीरियंस है ചത്തു. ഞാനില്ലേ ധവനില്ലേ നേരെ ഗ്രഹത്തിലേക്കാ കൊണ്ടേ ഞാൻ വീഴാതെ ചത്തേരെ. നമ്മള് ഉന്തി ഇവിടെ എത്തിച്ചുട്ടാ. ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ഒക്കെ എന്ത് കിട്ടില്ലെന്നറിയോ. അപ്പൊ ഫുൾ മഞ്ഞ് മാത്രമേ ഉള്ളൂ. അടിപൊളിയാവാം. മറ്റേ സ്ലൈഡറിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഡേഞ്ചറാണ്. ഓരോരു ഗ്യാരണ്ടിയും തരില്ല വല്ലതും പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ കൂടി ആരാവുക. ബായ്. എൻ്റെ കാശ്മീർ യാത്ര അടിപൊളിയാക്കി തന്ന പുള്ളിയാണിത്. അപ്പോൾ സ്റ്റേയും കാര്യങ്ങളും ആള് പാക്കേജും ചെയ്യുന്നുണ്ട്. ഞാൻ പാക്കേജ് എടുത്തിട്ടില്ല. സ്റ്റേയും കാര്യങ്ങളൊക്കെ വെറും ചീപ്പ് പ്രൈസിൽ ഇത്ര അടിപൊളി റൂം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോ ഈ പുള്ളിയുടെ ഏതാ ഇൻ കാശ്മീർ എന്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ടാവും. എന്തായാലും വിളിച്ചോളൂ. വെറുതെ നല്ല ഞാൻ നിതിൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാ വന്നേ. നിതിൻ വേറെ സുഹൃത്ത് പറഞ്ഞിട്ടാ വന്നേ.
അവരുടെ മൗത്ത് പബ്ലിസിറ്റി ആണ്. പിന്നെ ഓരോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, സ്നോയാണ് വേണ്ടത് അതോ മറ്റേ ഇലകൾ പൊഴിയണ സാധനമാണോ വേണ്ടത്, ഏതാണ് സീസൺ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് വിളിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് വരണം. അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ വെറുതെ പറയുന്നില്ല, നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ നോക്കിക്കൊണ്ടിരിക്കും. എന്നെ രാവിലെ എപ്പോഴും വിളിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്ന പറയാം. അതാണ് സംഭവം. അപ്പൊ എന്തായാലും താങ്ക് യു മച്ചാനെ, സത്യമായിട്ട് പറയുന്നത്, റിയൽ ആയിട്ട് പറയുന്നത് കേട്ടോ.